ഹലോ ഗൈസ്, ഇന്ന് ഡിസംബർ 5. നമുക്കറിയാമല്ലോ, ഇന്ന് വേൾഡ് വൈഡ് പുഷ്പ റിലീസാകുന്ന ദിവസമാണ്. നമ്മളിപ്പോൾ ഇന്ന് പുഷ്പ കാണാൻ പോവാണ്. പക്ഷേ നെഗറ്റീവ് എന്നാൽ നമ്മളിപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് 10 മണിക്കാണ് ഷോ. നമുക്ക് 10 മണിക്കാണ് ഷോ. പക്ഷേ നമ്മൾ രാവിലെ എണീറ്റ് 4 മണിക്കത്തെ റിവ്യൂ യൂട്യൂബിൽ 4 മണിക്കത്തെ റിവ്യൂ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് പുഷ്പ മോശം സിനിമ, അതായത് മോശം അഭിപ്രായമാണ് യൂട്യൂബിൽ 4 മണിക്കത്തെ ഷോ കണ്ടിട്ട് പ്രേക്ഷകർ പറയുന്നത്. നമുക്കതിനെപ്പറ്റി ബോധറാകേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇന്ന് 10 മണിക്കത്തെ ഷോ നമ്മൾ ബുക്ക് ചെയ്ത് നമ്മളിപ്പോൾ കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ട് നമ്മളെ റിവ്യൂ എന്ന് പറയും. അപ്പോൾ ഇനി തിയേറ്ററിലെത്തിയിട്ട് ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ പുഷ്പ 2 കണ്ടു. നമുക്കപ്പോൾ റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. റിവ്യൂ ചെയ്യേണ്ട പാടാണ് പുഷ്പ 2. നമുക്ക് ഞാനും ജാസിനും ഇഷാമും ഒരുമിച്ച് സിനിമ കണ്ടതാണ്. അപ്പോൾ എന്താണ് ഞങ്ങളുടെ ഒപ്പീനിയൻ എന്ന് ചോദിക്കാം ഒരാളുടെ. എങ്ങനെയാണ് ജാസിൻ എൻ്റെ ഒപ്പീനിയൻ പുഷ്പ 2-ൻ്റെ? ഗായ്സ്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഹൈപ്പ് അനുസരിച്ചിട്ടാണ് ഈ ഫിലിമിന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ക്യാച്ച് ചെയ്യാൻ കഴിയില്ല. കാരണം ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാതെ നമ്മൾ പറയും. പക്ഷേ സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് ഇവർ KGF-ലോട്ട് എത്തിക്കാൻ നോക്കുകയും ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയാതിരിക്കും ഈ സിനിമയിൽ നല്ല നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, നമുക്ക് പറയാം ആവറേജ്. കാരണം ഈഗോ ക്ലാഷ് ബിറ്റ്വീൻ ഫഹദ് ഫാസിൽ എല്ലാത്തിനും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണ് ഫസ്റ്റ് ഹാഫിൽ. അത് അവരുടെ റിവെഞ്ച് അനുസരിച്ച് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പുഷ്പ 1-ന്റെ ആ ഒരു ഫീല് കിട്ടും. പക്ഷെ സെക്കൻഡ് ഹാഫ് ഇവരെന്താ ഫാമിലി, അതേപോലെ അഡ്രസ് ഇല്ലായ്മ, അങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തിച്ച് ഒരു ഇമോഷണലായിട്ട് കൊണ്ടുവരും. ആ ഇമോഷണലായിട്ട് കൊണ്ടുവരുന്നത് അവർ ഉദ്ദേശിച്ചതുപോലെ ക്യാച്ച് ചെയ്യാൻ പറ്റാതിരിക്കും. ഭയങ്കര ലാഗായി, പടം ലാഗായി, കുറച്ച് ഓവർ ആക്ടിങ്, അൺവാണ്ടഡ് സീൻസ് ഓവർ ആക്ടിങ്. വേറെ ആരും ഞാൻ പറഞ്ഞിട്ടില്ല, രേഷ്മിക മന്ദാന ഓവർ ആക്ടിങ്. പിന്നെ കുറച്ച് അൺവാണ്ടഡ് സീൻസ്. 3.5 മണിക്കൂറാണ് പടം. 3.5 മണിക്കൂർ വലിച്ചു നീട്ടിക്കാണ്. പക്ഷെ പടം മൊത്തത്തിൽ മോശം ഞാൻ പറയില്ല, നമ്മളങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത്രയും പൈസ മുടക്കിയ പടം. പക്ഷെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നോട് ഇങ്ങനെ ഒരു 10 ഔട്ട് ഓഫ് എത്ര മാർക്ക് കൊടുക്കുമെന്ന് പറയാന്നുണ്ടെങ്കിൽ ഞാനൊരു 5 ഔട്ട് ഓഫ് 10 കൊടുക്കും. 5 കൊടുക്കും. കാരണം എന്താ, ഫസ്റ്റ് ഹാഫ്, പിന്നെ ഫഹദ് ഫാസിൽ. നമ്മളൊരു മലയാളി ആയതിനാൽ നമുക്ക് എന്ത് ചെയ്യാം, അഭിമാനിക്കാം. ഫഹദ് ഫാസിലിന്റെ അഭിനയം ഐ എം സാറ്റിസ്ഫൈഡ് ആണ്. ബാക്കി ഇനി ഫിലിമിനെ പറ്റി നന്നായി പറയും. ഞാനങ്ങനെ മൂവീസ് ഒന്നും വാച്ച് ചെയ്യാറില്ല. നോർമലി ഞാൻ തിയേറ്ററിൽ പോകാറില്ല. നിർബന്ധിച്ചപ്പോ പോയിരുന്നു. ആദ്യമായിട്ട് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ഞാൻ പറയണം. കുഴപ്പമില്ല മൂവി. പറഞ്ഞത്ര ഹൈപ്പ് ഒന്നും ഇല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ കൊടുത്ത് പോയതാണ് ഇതിൽ മെയിൻ പ്രശ്നം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നല്ല പടമായി തോന്നുന്നു. 1000 ബഡ്ജറ്റ്, എത്ര കോടി ബഡ്ജറ്റ് ഇതിന് വന്നു? പക്ഷെ 300 കോടിക്കുള്ള പണി അല്ലു അർജുൻ എടുത്തിട്ടുണ്ട് ഇല്ലേ? 300 പക്ഷെ അത് ഫഹദ് ഫാസിൽ 8 കോടി മാത്രം കൊടുത്തു. രശ്മിക മന്ദനാണ്. രശ്മിക മന്ദനക്ക് 2 കോടി കൊടുത്ത് കുടിച്ച രശ്മിക മന്ദന് 10 കോടിക്ക് അഭിനയിച്ചു. അല്ല, ശരിക്കും രശ്മിക്ക് 10 കോടി കൊടുത്തു. എനിക്ക് ഫഹദ് ഫാസിൽക്ക് 8 കോടി കൊടുത്തു. പക്ഷെ ഫഹദ് ഫാസിൽ 500 കോടിയുടെ അഭിനയിച്ച്. രശ്മി എന്തായാലും 10 കോടി കൊടുത്തത്. രശ്മി 10ന്റെ പൈസ അഭിനയിച്ചില്ല. എന്റെ നോക്കല, അത് നോക്കിട്ട് കാര്യമില്ലല്ലോ. പടം എല്ലാവരും കാണാം. എന്തായാലും നമ്മളെ അഭിപ്രായം നോക്കരുത്. ഞാൻ 10 ഔട്ട് ഓഫ് 7 കൊടുക്കും. ഇവന്റെ റിവ്യൂകൾ കേൾക്കാറുണ്ട്. കാരണം ചില സിനിമകള് OTT കാണുന്ന സിനിമകളുണ്ട്, ലക്കി ഭാസ്കർ OTT ഫിലിമാണ്. സെയിം ഫീലിങ്സ് ഇട്ടിട്ടുണ്ട് നമുക്ക്. പുഷ്പ കിട്ടില്ല. നമുക്ക് അങ്ങനെയല്ല. ഇപ്പൊ KGF ആണെങ്കിൽ KGF നമുക്ക് OTT കണ്ട ആ ഫീൽ കിട്ടൂല. നമ്മൾ തിയേറ്റർ തന്നെ പോകണം. ഇപ്പൊ ലക്കി ഭാസ്കർ ആണെങ്കിൽ നമുക്ക് തിയേറ്റർ കണ്ടാൽ അത് കണ്ടാലും സെയിം ഫീൽ കിട്ടുന്നുള്ളൂ. സോറിടാ. മൊത്തത്തിൽ പടം എങ്ങനെയാണ് കാണാൻ പോകുന്നവർക്ക്? എന്താ പറയാ, നമ്മളെ പൈസയും പോയി അവരുടെ പൈസയും പോട്ടെ. കാണാൻ പോകുന്നവർക്ക് കാണാനേ കഴിയുള്ളൂ, കയറി അഭിനയിക്കാൻ കഴിയില്ല.
അങ്ങനെ കാണാൻ പോകുന്നത് കാണുക. സത്യത്തിന് തീരുമാനിച്ചു ഇങ്ങനെ പുഷ്പ കാണാൻ എക്സ്പെക്ടേഷൻ കണ്ടു പോവരുത് ഗായ്സ്. റിവ്യൂ പറഞ്ഞ അവനാന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എന്നിട്ട് ഇവ ആരെങ്കിലും റിവ്യൂ കണ്ടിട്ട് ഒരു സിനിമ പോകുന്നുള്ളൂ, അത് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ റിവ്യൂ കണ്ടു പോകാറുണ്ട്. മിഡിൽ ക്ലാസ് ഫാമിലി ഇവനക്ക് അങ്ങനെയല്ല. നോക്കിട്ട് തന്നെ പോകും. ഇവന്റെ ബാങ്ക് ബാലൻസ് 1000 കോടി 5000 രൂപ വീട്ടിൽ പറഞ്ഞിട്ട് 7000 രൂപ. അപ്പൊ നമ്മള് വീഡിയോന്റെ ലെങ്ത് കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ അപ്പൊ എല്ലാരും പറയാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയാണ് എല്ലാരും പോയി സിനിമ കാണുക. അത്യാവശ്യം കുഴപ്പമില്ലാത്തവരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ആകെ 4 ആളാണ്, അതിന് 5-6 ആളേലും ആക്കി കൊടുക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.